നമസ്കാരം. NCV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. MLA ഇടപെടലിൽ കുടിവെള്ള പദ്ധതിക്ക് അനുമതിയായത് നെല്ലിപ്പോയിൽ കൊടിയേരി പട്ടികവർഗ പുനരധിവാസ മേഖലയിലെ പദ്ധതിക്ക് ആവശ്യമുന്നയിച്ച് മന്ത്രിക്ക് ആര്യാടൻ ഷൗക്കത്ത് MLA നിവേദനം നൽകിയിരുന്നു. കരിമ്പുഴയിൽ ബസും മിനിവാനും കൂട്ടിയിടിച്ച അപകടം. വാൻ ഡ്രൈവർ കർണാടക സ്വദേശിക്ക് പരിക്ക്. അപകടമുണ്ടായത് ഇന്ന് ഉച്ചകഴിഞ്ഞ് 3:30-ഓടെ. കാട്ടാനയുടെ മുന്നിലകപ്പെട്ട് ബൈക്ക് യാത്രികരായ ദമ്പതികൾ. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടത് അരല്ലാടംപാടം തീക്കടിപ്പറമ്പിൽ ശിഖാവും ഭാര്യയും. സംഭവം കഴിഞ്ഞ ദിവസം രാത്രി 10:45-ഓടെ. മുണ്ടേരി ഫാമിലെ തൊഴിലാളി നിയമനം. സർക്കാർ ഉത്തരവിനെതിരെ CPM പ്രക്ഷോഭത്തിലേക്ക്. നാളെ ഫാമിലേക്ക് CPM-ന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് നേതാക്കൾ. അമൽ കോളേജിൽ നടന്ന ദ്വിദിന ശില്പശാലയ്ക്ക് സമാപനം. ശില്പശാല സംഘടിപ്പിച്ചത് കുടുംബശ്രീ ബ്രിഡ് കോഴ്സ് മെന്റർമാർക്കായി. പരിപാടി നടത്തിയത് കുടുംബശ്രീ ജില്ലാ മിഷൻ നിലമ്പൂർ പട്ടികവർഗ പ്രത്യേക പദ്ധതിയുടെ സഹകരണത്തോടെ. വിശദമായ വാർത്തകളിലേക്ക്. MLA ഇടപെട്ടു. ചുങ്കത്തറ ഗ്രാമപഞ്ചായത്തിലെ നെല്ലിപ്പോയിൽ കൊടിയേരി പട്ടികവർഗ പുനരധിവാസ മേഖലയിൽ കുടിവെള്ള പദ്ധതിക്ക് 2.46 കോടി രൂപയുടെ ഭരണാനുമതി നൽകി സർക്കാർ ഉത്തരവായി. ഈ പ്രദേശത്ത് കുടിവെള്ള പദ്ധതിക്കായി ആര്യാടൻ ഷൗക്കത്ത് MLA പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമ മന്ത്രി കെ തുളസിയെ കണ്ട് നിവേദനം സമർപ്പിച്ചിരുന്നു. തുടർന്നാണ് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി ഭരണാനുമതി ആയത്. സുഹൃത്തുക്കളെ, നമുക്കൊരു ചെറിയ സന്തോഷ വാർത്ത കൂടിയുണ്ട്. നമ്മുടെ നിലമ്പൂരും പരിസരത്തുമുള്ള ഭൂരഹിതരായ ആദിവാസി കുടുംബങ്ങൾക്ക് 40 സെന്റ് വീതം ഭൂമി നൽകുന്ന 376 കുടുംബങ്ങൾക്ക് 40 സെന്റ് വീതം ഭൂമി നൽകാൻ വേണ്ടിയുള്ള തീരുമാനം നിങ്ങളൊക്കെ അറിഞ്ഞു കാണും. അതിൻ്റെ ഭാഗമായി ചുങ്കത്തറ പഞ്ചായത്തിലെ കൊടിയേരി ബീറ്റിൽ ഇതിനായി 60 ഹെക്ടർ ഭൂമിയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഭൂരഹിതരായ ആദിവാസികൾക്ക് ഒരു ടൗൺഷിപ്പ് തന്നെ രൂപീകരിക്കുക എന്നതാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ഇവിടുത്തെ റോഡുകൾക്ക് വേണ്ടി 6,14,00,000 രൂപ ഈ കഴിഞ്ഞ 2 ആഴ്ചക്ക് മുൻപ് നമുക്ക് നൽകിയിരുന്നു. അതിൻ്റെ ഭരണാനുമതി നമുക്ക് ലഭിച്ചിരുന്നു. ഇപ്പോൾ അതിൻ്റെ കുടിവെള്ളത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി 2,47,00,000 രൂപയുടെ ജലസേചന പദ്ധതിക്കായി 2,47,00,000 രൂപ കൂടി അനുവദിച്ചിരിക്കുകയാണ്. ഇപ്പോൾ റോഡിനും കുടിവെള്ള പദ്ധതിക്കും കൂടിയായി ഏകദേശം 8,70,00,000 രൂപ ഇതിനകം തന്നെ സർക്കാർ നമുക്ക് നൽകി കഴിഞ്ഞു. നമുക്ക് 2,47,00,000 രൂപയുടെ പുതിയ ഭരണാനുമതി കൂടി ഇവരുടെ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി നമുക്ക് ഭരണാനുമതി ലഭിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഭൂരഹിതരായ ആദിവാസി സമൂഹത്തെ അവർക്ക് എല്ലാവർക്കും ഭൂമി നൽകുന്ന ഒരു വലിയ കർമ്മ പദ്ധതിയായി നമുക്ക് തന്നെ മാറ്റേണ്ടതുണ്ട്. എല്ലാവരുടെയും പിന്തുണയും സഹായവും ഈ കാര്യത്തിൽ ഉണ്ടാവണമെന്നാണ് വിനീതമായി പറയാനുള്ളത്. ഭൂരഹിതരായ പട്ടികവർഗ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്ന പദ്ധതിയുടെ ഭാഗമായി നെല്ലിപ്പോയിൽ കോടിയേരി പ്രദേശത്ത് 376 ഗുണഭോക്താക്കൾക്കായി 40 സെന്റ് വീതം ആകെ 60.8744 ഹെക്ടർ വനഭൂമി അനുവദിച്ചിരുന്നു. MLA നിവേദനം നൽകിയതിനെ തുടർന്നാണ് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി കുടിവെള്ള പദ്ധതിക്ക് ഭരണാനുമതിയായത്. കേരള വാട്ടർ അതോറിറ്റി, ട്രൈബൽ റീഹാബിലിറ്റേഷൻ ഡെവലപ്മെന്റ് മിഷൻ, നിലമ്പൂർ ITDP പ്രൊജക്ട് ഓഫീസർ എന്നിവരുടെ മേൽനോട്ടത്തിൽ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ഇവിടേക്ക് റോഡ് നിർമ്മിക്കുന്നതിന് 6.14 കോടി രൂപയുടെ ഭരണാനുമതി നൽകി തുക പൊതുമരാമത്ത് വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. റോഡിനൊപ്പം കുടിവെള്ള പദ്ധതിയും യാഥാർത്ഥ്യമാക്കാനാവുന്നത് വലിയ നേട്ടമാണെന്ന് ആര്യാടൻ ഷൗക്കത്ത് MLA പറഞ്ഞു. കരിമ്പുഴ പാളത്തിന് സമീപം ബസും മിനി ഗുഡ്സ് കാരിയറും കൂട്ടിയിടിച്ച് അപകടം. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3:30-ഓടെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ വാൻ ഡ്രൈവർക്ക് പരിക്കേറ്റു. വഴിക്കടവ് തിരൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസും നിലമ്പൂർ ഭാഗത്തു നിന്നും പോവുകയായിരുന്ന ഗുഡ്സ് വാനുമാണ് അപകടത്തിൽപ്പെട്ടത്. കർണാടക സ്വദേശിയായ വാൻ ഡ്രൈവർ ചെന്നപ്പട്ടണ സബനഹള്ളി MK രാഘവേന്ദ്രയ്ക്കാണ് പരിക്കേറ്റത്. കാലിനും കൈക്കും പരിക്കേറ്റ ഇയാളെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലമ്പൂരിൽ നിന്നുമെത്തിയ അഗ്നിരക്ഷാസേന ഹൈഡ്രോളിക് സ്പ്രെഡർ ഉപയോഗിച്ചാണ് വാനിൽ നിന്നും ഡ്രൈവറെ പുറത്തെടുത്തത്. സ്റ്റേഷൻ ഓഫീസർ K ബാബുരാജ്, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ യൂസഫ് അലി, സീനിയർ റെസ്ക്യൂ ഓഫീസർ A മാർക്കോസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരാണ് അപകടസ്ഥലത്തെത്തിയത്. കാട്ടാനയുടെ മുമ്പിലകപ്പെട്ട ബൈക്ക് യാത്രികരായ ദമ്പതികൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു.
അറന്നാമ്പാടം തീക്കടിപ്പറമ്പിൽ ശിഖാവും ഭാര്യയുമാണ് കൊമ്പന്റെ മുമ്പിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസം രാത്രി 10:45 സംഭവം. നല്ലന്തണ്ണി പുതിയങ്ങാടിയിലുള്ള ബന്ധുവീട്ടിൽ നിന്നും മടങ്ങി ശിഖാവിന്റെ വീടിനടുത്ത് എത്താറാകുമ്പോഴാണ് ഇവർ കാട്ടാനയുടെ മുൻപിൽ അകപ്പെടുന്നത്. വീട്ടിലേക്കുള്ള വഴിയോട് ചേർന്ന് വനാതിർത്തിയിൽ ഫെൻസിങ്ങിന് സമീപമാണ് കാട്ടാന നിന്നിരുന്നത്. തുമ്പിക്കൈ ഉയർത്തിയാൽ ഇവരെ ആക്രമിക്കാനുള്ള അകലം മാത്രമാണ് ഉണ്ടായിരുന്നത്. ആനയെ കണ്ടതോടെ ഷിഹാബ് ബൈക്ക് നിർത്തി ഭാര്യയെയും കൂട്ടി ഓടി രക്ഷപ്പെടുകയായിരുന്നു. ആന കാട്ടിലേക്ക് പോയതിനു ശേഷമാണ് ഇവർ വീട്ടിലേക്ക് കയറിയത്. രാപ്പകൽ വ്യത്യാസമില്ലാതെ കൊമ്പനാനയുടെ സാന്നിധ്യം ഈ വനമേഖലയിലുണ്ട്. ഇക്കാരണത്താൽ ഏത് നിമിഷവും ആനയെ പ്രതീക്ഷിച്ചാണ് വീട്ടിലേക്ക് വരുന്നതെന്ന് എടക്കര ടൗണിലെ ഓട്ടോ ഡ്രൈവറായ ഷിഹാബ് പറയുന്നു. തീക്കടി പ്രദേശത്ത് നിരവധി കുടുംബങ്ങളാണ് വനാതിർത്തിയോട് ചേർന്ന് താമസിക്കുന്നത്. LDF സർക്കാർ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി നടത്തിയ മുണ്ടേരി ഫാമിലെ തൊഴിലാളി നിയമനം ഭരണമാറ്റത്തോടെ നിർത്തിവെക്കാൻ ഉത്തരവിട്ടതിനെതിരെ CPM പ്രക്ഷോഭത്തിലേക്ക്. എടക്കര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച രാവിലെ 10 മണിക്ക് ഫാമിലേക്ക് മാർച്ച് നടത്തും. ജില്ലാ സെക്രട്ടറി VP അനിൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് CPM ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ LDF ഗവൺമെന്റ് കഴിഞ്ഞ ഏതാണ്ട് 5-6 മാസം മുമ്പ് തൊഴിലാളികളെ അവിടെ എടുക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും ആ തീരുമാനത്തിന്റെ ഭാഗമായി ജില്ലാ മുനിസിപ്പൽ കൃഷി ഓഫീസർ നിലമ്പൂർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നും വിദ്യാർത്ഥികളെ ക്ഷണിക്കുകയും ഏതാണ്ട് 51 ആളുകളെ അവിടെ ജോലിക്ക് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ 40 പുരുഷന്മാരും 11 വനിതകളുമാണ്. ഇവർക്കെല്ലാ മാനദണ്ഡം പാലിച്ച് ഇന്റർവ്യൂ നടത്തിയിട്ടാണ് ഇവരെടുത്തത്. ഏതാണ്ട് ഒരു 500ഓളം ആളുകളെ ഇതിന് ഇന്റർവ്യൂവിനെ അവർ ക്ഷണിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് 51 ആളുകളെ സെലക്ട് ചെയ്തത്. ഈ സെലക്ട് ചെയ്ത ആളുകൾക്ക് അപ്പോയിൻമെന്റ് ഓർഡർ കൊടുത്തു. ജൂൺ 1-ാം തീയതി അവിടെ ജോലിക്ക് കയറാൻ വേണ്ടി ചെന്നപ്പോഴാണ് മുൻ ഒരു അറിയിപ്പും ഇല്ലാതെ തന്നെ ഈ ഒരു ഫോൺ കോളിന്റെ അടിസ്ഥാനത്തിൽ ആ നിയമനം നിർത്തിവെച്ചതായി ഉദ്യോഗസ്ഥരോട് പറയുന്നത്. അപ്പോൾ ഇതിൽ അടിയന്തരമായി ഈ 51 ആളുകൾക്ക് അവിടെ ജോലി കൊടുക്കണം എന്നാണ് CPM ആവശ്യപ്പെടുന്നത്. സ്ഥലം MLA ആണ് ഫോൺ കോളിൽ തെറ്റായ പരാതി ഉന്നയിച്ച് നിയമന അട്ടിമറിക്ക് പിന്നിലുള്ളത്. നിയമന ഉത്തരവ് ലഭിച്ച് ജോയിൻ ചെയ്യാൻ വന്ന ഉദ്യോഗാർത്ഥികളെ തിരിച്ചയക്കുകയായിരുന്നു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന കത്ത് നൽകി അപേക്ഷ ക്ഷണിച്ച് ഇന്റർവ്യൂ നടത്തിയ നിയമാനുസൃതമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച നിയമനമാണ് ഭരണം മാറിയതോടെ UDF സർക്കാർ അട്ടിമറിച്ചതെന്നും ഭാരവാഹികൾ ആരോപിച്ചു. 51 ഒഴിവിലേക്കാണ് പുതിയ നിയമനം നടക്കേണ്ടിയിരുന്നത്. ഇതിൽ 40 പുരുഷന്മാരും 11 സ്ത്രീകളുമാണ്. ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ജില്ലാ എംപ്ലോയ്മെന്റിന് കത്ത് നൽകി നിലമ്പൂർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നും എല്ലാ സംവരണ നടപടിക്രമങ്ങളും പാലിച്ച് സീനിയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കിയാണ് നിയമന നടപടികൾ നടത്തിയിരുന്നത്. ഒരാൾക്ക് 9 പേർ എന്ന തോതിലാണ് ഇന്റർവ്യൂവിന് ഹാജരായത്. ഇതിൽ നിന്നും അർഹതയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ലിസ്റ്റിന് സർക്കാർ അംഗീകാരം ലഭിച്ച് ജൂൺ മുതൽ ജോലിയിൽ പ്രവേശിക്കാൻ കത്തയച്ചു. ഇതിനിടെയാണ് നിയമന നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന കൃഷി ഡയറക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചത്. തൊഴിലാളി നിയമന അട്ടിമറിയിലൂടെ സംസ്ഥാനത്തെ മികച്ച കൃഷിഫാമിനെ തകർക്കുകയാണ് ലക്ഷ്യമിടുന്നത്. 51 തൊഴിലാളികളെയും ഉടൻ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് CPM ഏരിയ കമ്മിറ്റി ഫാമിലേക്ക് മാർച്ച് നടത്തുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറി T രവീന്ദ്രൻ, കമ്മിറ്റി അംഗങ്ങളായ P ഷഹീർ, AT റെജി, M സുകുമാരൻ എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ നിലമ്പൂർ പട്ടികവർഗ പ്രത്യേക പദ്ധതിയുടെയും നിലമ്പൂർ അമൽ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കുടുംബശ്രീ ബ്രിഡ് കോഴ്സ് മെന്റർമാർക്കായി അമൽ കോളേജിൽ നടന്നു. ദ്വിദിന ശില്പശാലയാണ് സംഘടിപ്പിച്ചത്. പട്ടികവർഗ ഉന്നതികളിൽ നിന്നും സ്കൂളിൽ പോയി വന്ന് പഠിക്കുന്ന കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ പിന്തുണ നൽകുന്ന സംവിധാനമാണ് ബ്രിഡ് കോഴ്സ്. നിലവിൽ ജില്ലയിൽ 25 സെന്ററുകളാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മെന്റർമാരുടെ കാര്യശേഷി വികസനം സാധ്യമാക്കുന്നതിനും കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും കുട്ടികൾക്ക് മാനസിക പിന്തുണ നൽകുന്നതിനും മെന്റർമാരെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശില്പശാല സംഘടിപ്പിച്ചത്. അമൽ കോളേജിലെ മാനേജ്മെന്റ് സ്റ്റഡീസ് വിഭാഗത്തിലെ ട്രൈബൽ എക്സ്റ്റൻഷൻ പരിപാടിയുടെ ഭാഗമായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. പരീക്ഷാ കൺട്രോളർ ഡോക്ടർ T ഷമീർ ബാബു ഉദ്ഘാടനം ചെയ്തു. PV അബ്ദുൽ വഹാബ് MP മുഖ്യാതിഥിയായിരുന്നു. പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ KP മുഹമ്മദ് ബഷീർ, CEO VK അബ്ദുൽ ഖാദർ, സൂപ്രണ്ട് TP അഹമ്മദ് സലീം,
നിലമ്പൂർ ട്രൈബൽ സ്പെഷ്യൽ പ്രോജക്ട് കോർഡിനേറ്റർ കെ മുഹമ്മദ് സാനു, അസിസ്റ്റന്റ് കോർഡിനേറ്റർമാരായ PK കൽപ്പന, K ജിജു, ആനിമേറ്റർ കോർഡിനേറ്റർ അനന്തു, വിവിധ ഉന്നതികളിലെ ബ്രിഡ്ജ് കോഴ്സ് മെന്റർമാർ KK ഷംന എന്നിവർ സംബന്ധിച്ചു. മുനീർ അഗ്രഗാമി, ജിഷാദ്, ഡോക്ടർ അമീർ ഹസൻ, S നിഷ എന്നിവർ വിവിധ സെഷനുകളിൽ പരിശീലനം നൽകി. നിലമ്പൂർ ലയൺസ് ക്ലബിന്റെ വാർഷികാഘോഷവും പുതിയ ഭാരവാഹികളുടെ ചുമതലയേൽക്കൽ ചടങ്ങും നടത്തി. മലപ്പുറം ലയൺസ് ഡിസ്ട്രിക്ട് ഉപദേശകൻ അഡ്വക്കേറ്റ് വിജയരാജൻ സ്ഥാനാരോഹണ ചടങ്ങ് നിർവഹിച്ചു. പുതിയ പ്രസിഡന്റായി VK സാൻജോ, സെക്രട്ടറിയായി തോമസ് തരകൻ, ട്രഷററായി ജോസഫ് ഫ്രാൻസിസ് എന്നിവർ ചുമതലയേറ്റു. സൗജന്യ നേത്രചികിത്സാ പദ്ധതി, രക്തദാനം, യുവജന വികസന പദ്ധതികൾ, വയോജനങ്ങളെ സഹായിക്കാനുള്ള പദ്ധതികൾ, വൃക്ഷത്തൈ നട്ടുപിടിപ്പുകൾ തുടങ്ങി നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികൾ പ്രസിഡന്റ് വിശദീകരിച്ചു. This year will be dedicated to rebuilding our club. That is, we will be making all efforts to add another 10 members to this club, so that for next 10 years we will not have to look for any more energy from young members. സന്നദ്ധ പ്രവർത്തകരായ ERF-ന് ആവശ്യമായ സഹായങ്ങൾ നൽകുന്നതിനും പദ്ധതിയുണ്ട്. അഗ്നിരക്ഷാ സേനയ്ക്ക് ഉപകരണം കൈമാറി ഈ വർഷത്തെ ആദ്യ പദ്ധതിക്കും തുടക്കം കുറിച്ചു. നിർധനർക്കുള്ള ധനസഹായ വിതരണവും നടത്തി. ഉപ്പട ചെമ്മൻകുല്ലി സെന്റ് പോൾസ് LP സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ഔട്ട്ഡോർ സയൻസ് പാർക്ക് എടക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൾ റസാഖ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മുറ്റത്ത് 10ഓളം വർക്കിംഗ് മോഡലുകളും റോക്കറ്റിന്റെ കൂറ്റൻ മാതൃകയും ഉൾക്കൊള്ളുന്നതാണ് പാർക്ക്. രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിലും സയൻസ് പാർക്കുകൾ സ്ഥാപിച്ചിട്ടുള്ള ശാസ്ത്രാധ്യാപകൻ EV ടോമിയാണ് പാർക്ക് ഒരുക്കിയിരിക്കുന്നത്. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ശാസ്ത്രോപകരണങ്ങളുടെ പ്രവർത്തന രീതികളും ശാസ്ത്ര തത്വങ്ങളും അദ്ദേഹം വിവരിച്ചു നൽകി. ബത്തേരി രൂപത എഡ്യൂക്കേഷണൽ ഏജൻസി കറസ്പോണ്ടന്റ് ഫാദർ ജെയിംസ് മേലെപ്പറമ്പിൽ, നിലമ്പൂർ AEO ജേക്കബ് സത്യൻ, ഫാദർ ഇമ്മാനുവൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മിനി ഡെന്നീസ്, അജേഷ്, അയ്യപ്പൻ, PTA പ്രസിഡന്റ് സന്തോഷ്, MTA പ്രസിഡന്റ് ഉമൈറ, പ്രധാനാധ്യാപകൻ തോമസ് ജോർജ്, സ്റ്റാഫ് സെക്രട്ടറി സെറീന, സ്കൂൾ ലീഡർ ആൻഡിയ സന്തോഷ്, അധ്യാപകരായ EA മാർക്കോസ്, ഷൈജു എബ്രഹാം, നൌഷാദ്, മേരി എന്നിവർ സംസാരിച്ചു. സയൻസ് പാർക്ക് സ്പോൺസർ ചെയ്ത പ്രധാനാധ്യാപകൻ തോമസ് ജോർജിനെ മാനേജ്മെന്റിന് വേണ്ടി ഫാദർ ജെയിംസ് മേലെപ്പറമ്പിൽ ആദരിച്ചു. S ജാനകിക്കും അകാലത്തിൽ മരണമടഞ്ഞ മമ്പാടിന്റെ ഗായകൻ യാഷിക് മമ്പാടിനുമായി അനുസ്മരണ ഗാനാഞ്ജലി ഒരുക്കി സംസ്കാര മമ്പാട്. K മുഹമ്മദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. KG ആന്റണി അധ്യക്ഷത വഹിച്ചു. നൂർ മമ്പാട്, ഷെരീഫ് പൈക്കാടൻ തുടങ്ങിയവർ സംസാരിച്ചു. ജലീൽ പൈക്കാടൻ സ്വാഗതവും N അശോകൻ നന്ദിയും പറഞ്ഞു. ഗാനാഞ്ജലിയിൽ വിവിധ ഗായകർ ഗാനങ്ങൾ ആലപിച്ചു. കാതോലിക്കേറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി ഫുട്ബോൾ നിർമ്മാണ മത്സരം സംഘടിപ്പിച്ചു. സ്കൂളിലെ സീനിയർ അസിസ്റ്റന്റ് റിജോയ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുട്ടികളിൽ ഫുട്ബോൾ ആവേശം പകരാനായാണ് പോത്തുകൽ കാത്തോലിക്കേറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മാസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഫുട്ബോൾ നിർമ്മാണ മത്സരം സംഘടിപ്പിച്ചത്. ആവേശകരമായ മത്സരത്തിൽ
10F ഡിവിഷനിലെ ഏഞ്ചൽ സന്തോഷ് എബ്രഹാം 1ാം സ്ഥാനം നേടി. 8L ക്ലാസ്സിലെ MJ ജോസ്ന 2ാം സ്ഥാനവും അബ്ദുൾ അജ്ലാൻ 3ാം സ്ഥാനവും നേടി. മാത്സ് ക്ലബ് കൺവീനർ ജിസി, അധ്യാപകൻ റിജോയ് എന്നിവർ നേതൃത്വം നൽകി. സ്കൂൾ പ്രധാനാധ്യാപകൻ സണ്ണി മത്തായി, ഹരിലാൽ, CH ഇഖ്ബാൽ, സിനി കെ നൈനാൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. കേരള ആർട്ടിസാൻസ് യൂണിയൻ ചന്തക്കുന്ന് മേഖലാ സമ്മേളനത്തിനായി സംഘാടക സമിതി രൂപീകരിച്ചു. ഏരിയ സെക്രട്ടറി കെ സെയ്ദ് ഉദ്ഘാടനം ചെയ്തു. മാട്ടുമ്മൽ സലീം, TP യൂസഫ്, അരുൺദാസ് എന്നിവർ സംസാരിച്ചു. ചെയർമാനായി അരുൺദാസിനെയും കൺവീനറായി A സുദേവനെയും ട്രഷററായി M സുരേന്ദ്രനെയും തെരഞ്ഞെടുത്തു. M ഗോപാലകൃഷ്ണൻ സ്വാഗതവും V രാജഗോപാൽ നന്ദിയും പറഞ്ഞു. മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ STU അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റി കൺവെൻഷനും തൊഴിലാളികൾക്കുള്ള ബോധവൽക്കരണവും നടത്തി. മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി അഷ്റഫ് മുണ്ടശ്ശേരി ഉദ്ഘാടനം ചെയ്തു. നോട്ടത്ത് അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് സീദിക്കോയ തങ്ങൾ, പഞ്ചായത്ത് ലീഗ് പ്രസിഡന്റ് കുണ്ടിൽ മജീദ്, ഉബൈദ് കാക്കീരി, മോട്ടോർ തൊഴിലാളി യൂണിയൻ മണ്ഡലം ജനറൽ സെക്രട്ടറി കുന്നുമ്മൽ സെയ്തലവി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നൊട്ടത്ത് മുഹമ്മദ്, ജുബൈർ, അസീസ് കെ ബാബു, PT അബ്ദുള്ള ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. സ്കോളർഷിപ്പ് പരീക്ഷയിൽ വിജയം നേടിയ മോട്ടോർ തൊഴിലാളി യൂണിയൻ പഞ്ചായത്ത് സെക്രട്ടറി ജുബൈറിന്റെ മകൾ ഫൈഹ ഫാത്തിമയെ ചടങ്ങിൽ ആദരിച്ചു. മെക്കരവ വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാർഡ് തല കൺവെൻഷനും അനുമോദന യോഗവും സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് നിലമ്പൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി മച്ചിങ്ങൽ കുഞ്ഞു ഉദ്ഘാടനം ചെയ്തു. കൺവെൻഷന്റെ ഭാഗമായി പ്രവാസി ലീഗ്, കർഷക സംഘം, STU വാർഡ് കമ്മിറ്റി എന്നിവ പുനഃസംഘടിപ്പിച്ചു. പ്രവാസിയായ അബ്ദുൾ റഹീമിനെ ജയിൽ മോചിതനാക്കാൻ നേതൃത്വം നൽകിയ പ്രദേശത്തെ KMCC പ്രവർത്തകൻ അബ്ദുൾ റസാഖ് സ്വലാഹിയെ ചടങ്ങിൽ അനുമോദിച്ചു. നാസർ തോട്ടുങ്ങൽ, ഫർഷദ് M, അഫ്സൽ C, മുജീബ്, സിറാജുദ്ദീൻ TT, മുസഫർ KP, കോയ പറമ്പത്ത്, ഷാജി കല്ലുടുമ്പൻ എന്നിവർ സംസാരിച്ചു. ജുനൈസ് TP, ഫിറോസ് കൈനാടൻ, നവാസ് മാടശ്ശേരി എന്നിവർ നേതൃത്വം നൽകി.